ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമ വചന ധ്യാനം ക്ലാസ് 66. എന്തുകൊണ്ട് മഴവില്ല്? നോഹയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മഴവില്ല് ദൈവം നൽകി. എന്തുകൊണ്ട്? ഉൽപ്പത്തിയുടെ പുസ്തകം 9-ാമത്തെ അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവം നോഹയെയും പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് അരുളി ചെയ്തു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. ഭൂമിയിലെ എല്ലാ മൃഗങ്ങളും, ആകാശത്തിലെ എല്ലാ പറവകളും, മണ്ണിലെ എല്ലാ ഇടജന്തുക്കളും, വെള്ളത്തിലെ സകല മത്സ്യങ്ങളും നിങ്ങളെ ഭയപ്പെടും. അവ പേടിച്ച് നടുങ്ങും. അവയെ എല്ലാം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ചരിക്കുന്ന ജീവികളെല്ലാം നിങ്ങൾക്ക് ആഹാരമായി തീരും. ഹരിതസസ്യങ്ങൾ നൽകിയതുപോലെ ഇവയും നിങ്ങൾക്ക് ഞാൻ തരുന്നു. എന്നാൽ പ്രാണനോട് കൂടിയ മാംസം, അതായത് രക്തത്തോടു കൂടിയ മാംസം ഭക്ഷിക്കരുത്. ജീവരക്തം അപഹരിക്കുന്ന മനുഷ്യനോടും മൃഗത്തോടും ഞാൻ കണക്ക് ചോദിക്കും. ഓരോരുത്തരോടും സഹോദരന്റെ ജീവന് ഞാൻ കണക്ക് ചോദിക്കും. മനുഷ്യരക്തം ചൊരിയുന്നവന്റെ രക്തം മനുഷ്യൻ തന്നെ ചൊരിയും. കാരണം ദൈവഛായയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങളോ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. നോഹയോടും അവന്റെ കൂടെയുണ്ടായിരുന്ന പുത്രന്മാരോടും ദൈവം വീണ്ടും അരുളി ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇതാ ഞാൻ നിങ്ങളോടും നിങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന സന്തതി പരമ്പരകളോടും എൻ്റെ ഉടമ്പടി ഉറപ്പിക്കുന്നു. നിങ്ങളോടൊപ്പമുള്ള സർവ്വജീവജാലങ്ങളോടും, നിങ്ങളോടൊപ്പം പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്ന പക്ഷികൾ, കന്നുകാലികൾ, ഭൂമിയിലെ കാട്ടുജന്തുക്കൾ തുടങ്ങി ജീവനുള്ള സകലതിനോടും ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കുന്നു. ഇനി ഒരിക്കലും ജലപ്രളയം കൊണ്ട് ജീവജാലങ്ങളെല്ലാം നശിക്കാൻ ഇടവരികയില്ല. ഭൂമിയാകെ സമൂലം നശിപ്പിക്കാൻ ഇനിയൊരു ജലപ്രളയം ഉണ്ടാകുകയില്ല. ദൈവം തുടർന്ന് അരുളി ചെയ്തു, ഞാനും നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ള സകല ജീവജാലങ്ങളും തമ്മിൽ ഭാവിയിലെ എല്ലാ തലമുറകൾക്ക് വേണ്ടി എന്നേക്കുമായി ഏർപ്പെടുത്തുന്ന ഉടമ്പടിയുടെ അടയാളം ഇതാണ്. ഞാൻ എൻ്റെ വില്ല് മേഘങ്ങളിൽ സ്ഥാപിക്കുന്നു. അത് ഞാനും ഭൂമിയും തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും. ഞാൻ ഭൂമിക്ക് മേലെ മേഘത്തെ അയക്കുകയും അതിൽ മഴവില്ല് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും തമ്മിലും സർവ്വജീവജാലങ്ങൾ തമ്മിലും സ്ഥാപിച്ച എൻ്റെ ഉടമ്പടി ഞാൻ ഓർക്കും. സർവ്വജഡത്തെയും നശിപ്പിക്കാൻ പോരുന്ന തരത്തിൽ ജലം പ്രളയമായി തീരുകയില്ല. മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത നിത്യമായ ഉടമ്പടി ഞാൻ ഓർക്കും. ദൈവം നോഹയോട് അരുളി ചെയ്തു, അതെ, ഭൂമുഖത്തുള്ള സകല ജീവികളുമായി ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും. പല കാര്യങ്ങളും നമ്മൾ അത്രയങ്ങൾ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല, പലതും ക്ലിയറാണ്. എന്നാലും ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് മനസ്സിരുത്തേണ്ടതുണ്ട്. വർദ്ധിച്ച് പെരുകുക. ആദ്യ ദമ്പതികളായ ആദാമിനും ഹവ്വയ്ക്കും നൽകപ്പെട്ടിരുന്ന കൽപ്പനയുടെയും അനുഗ്രഹത്തിൻ്റെയും പുതുക്കലാണ്, നവീകരണമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആദാമിന് കൊടുത്ത കൽപ്പനയും അനുഗ്രഹവും നോഹയോടുള്ള ആ ഉടമ്പടിയിൽ പുതുക്കുകയാണ്. നോഹയെ പുതിയ ഒരു ആദാമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് 3 മക്കളിലൂടെ ഭൂമി മുഴുവൻ നിറയുന്നു. പേരുള്ള 3 മക്കളാണ് ആദാമിനുണ്ടായിരുന്നത്. പേരില്ലാത്ത കുറേ മക്കളുണ്ടായിരുന്നു. പേരുള്ളവർ 3: കായേൻ, ആബേൽ, സേത്ത്. ഇതുപോലെ പുതിയ ആദാമായിട്ട് നോഹയെ അവതരിപ്പിക്കുമ്പോഴും അദ്ദേഹത്തിന് 3 മക്കളാണ്: ഷേം, ഹാം, യാഫത്ത്. അപ്പോൾ ഇവരിലൂടെയാണ് ഭൂമി മുഴുവൻ നിറയുന്നത്. അപ്പോൾ ജലപ്രളയം വഴി ഭൂമിയെ മുഴുവൻ നവീകരിച്ച ദൈവം പുതിയ ആദാമായിട്ട് നോഹയെ അവതരിപ്പിച്ചിട്ട് മുമ്പ് ആദാമിന് കൊടുത്ത അതേ അനുഗ്രഹവും കൽപ്പനയും ആവർത്തിക്കുകയാണ്: വർദ്ധിച്ച് പെരുകുക. നമ്മൾ ക്രിസ്ത്യാനികൾ വളരെ നമുക്ക് ഈ തിരുവചനമൊക്കെ അറിയാം, പക്ഷെ നമ്മളത് വിശ്വസിക്കുന്നില്ല. ഐക്യരാഷ്ട്രസഭ പറയുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ പുണ്യമായിട്ട് നമുക്ക് തോന്നണേ. ആദ്യം അവർ പറഞ്ഞു 2 പേര് മതി, നമ്മൾ 2 ആണ്, 2 മതി. പിന്നെ അവർ പറഞ്ഞു നമ്മൾ 1 നമുക്ക് 1 മതി. പിന്നെ അവർ പറഞ്ഞു നമ്മൾ ഒന്നുമല്ല, നമുക്കൊന്നും വേണ്ട. ഇപ്പോൾ എന്നിട്ട് നമ്മൾ അന്യം നിന്ന് പോകുന്ന വംശമായിട്ട് മുദ്രകുത്തപ്പെടേണ്ട ഒരവസ്ഥയിലാണ്. ഞാൻ മാത്രം മതി. എനിക്ക് മക്കൾ വേണ്ട, കുടുംബം വേണ്ട. ഇനിയും അത് വേണമെങ്കിൽ തന്നെ എന്നെ നോക്കാൻ ഒരാൾ, അല്ലാതെ സമുദായത്തിൻ്റെ കാര്യമോ സഭയുടെ കാര്യമോ ലോകത്തിൻ്റെ കാര്യമോ രാഷ്ട്രത്തിൻ്റെ കാര്യമോ ഇതൊന്നും ഞാൻ നോക്കേണ്ട കാര്യമില്ല. ചൈനയിൽ അവർ വല്ലാത്തൊരവസ്ഥയിലാണ്, ജർമ്മനിയിൽ വല്ലാത്തൊരവസ്ഥയിലാണ്,
ജപ്പാനിൽ ഇങ്ങനത്തെ അവസ്ഥയിലാണ്. ഇതൊന്നും കണ്ടിട്ടും നമുക്ക് കണ്ണ് തുറക്കുന്നില്ല. ഇതെല്ലാം കണ്ട് നമ്മൾ കഷ്ടം വയ്ക്കും. എന്നാൽ എൻ്റെ കുടുംബത്തിലെ മക്കൾ വേണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റണില്ല. ഇല്ലേ, പഠിച്ച് ജോലിയായി എല്ലാം ഒന്ന് സെറ്റിൽഡ് ആകട്ടെ എന്നാണ് പറയണേ. അപ്പോൾ വയസ്സ് 40. പിന്നെ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളുണ്ടാവുമോ? നല്ല കല്യാണം ഉണ്ടാകുമോ? എന്തിനു വേണ്ടിയാണ് പഠിപ്പും ജോലിയൊക്കെ? അപ്പോൾ ഇത് വർദ്ധിച്ച് പെരുകുക എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്ന് വിചാരിച്ച് ആരോഗ്യം നോക്കാതെയോ സമ്പത്ത് നോക്കാതെയോ പെരുകാനല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെ നിങ്ങളങ്ങനെ തീരുമാനിക്കുന്നില്ലെങ്കിൽ, കല്യാണം കഴിച്ച ഒരു മക്കളുണ്ടാകണ്ടെന്ന് തീരുമാനിച്ചാൽ ദൈവത്തിൻ്റെ പദ്ധതിയോട് ചെന്ന് വളരെ വലിയ വെല്ലുവിളിയായിരിക്കും. അത് നിങ്ങൾക്ക് തന്നെ നാശം വരുത്തും, നമുക്ക് തന്നെ നാശം വരുത്തും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെന്നാണ് കർത്താവ് പറയണേ. വേറൊരു കൂട്ടർ വർദ്ധിച്ച് പെരുകുന്നുണ്ട്. അത് ലോകത്തെ പോപ്പുലേഷൻ കൊണ്ട് കീഴടക്കാനാണ്. അങ്ങനെ കീഴടക്കാനല്ല കർത്താവ് പറഞ്ഞത്. മറിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മവും അവൻ്റെ സ്നേഹപ്രവൃത്തിയും തുടരാൻ. അതുകൊണ്ട് നോഹയുടെ മക്കളിലൂടെ ഭൂമുഖത്തെ 3 ഭൂഖണ്ഡങ്ങളും നിറയുന്ന കഥ പറയുമ്പോൾ ഉൽപ്പത്തി 9:7, 9:18 മുതൽ 19 വരെ, അതിലൂടെ കർത്താവ് നമുക്കൊരു ചുമതല നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. അത് നമ്മൾ ചെയ്യണം. ഇത്രയും പറയുമ്പോൾ പറയും അച്ഛന്മാർ കല്യാണം കഴിച്ചാൽ മതിയോ? അച്ഛന്മാർ കല്യാണം കഴിച്ച പ്രശ്നം തീരുമോ? എന്തൊരു ബാലിശമായ ഉത്തരങ്ങളായി പറയുന്നത്. ബ്രഹ്മചര്യത്തെക്കുറിച്ചും കർത്താവ് പഠിപ്പിച്ചിട്ടില്ലേ? അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ഒരാൾ തന്നെ അതിന് തർക്കുത്തരം പറഞ്ഞ് അതിനെ മറികടക്കുകയാണോ വേണ്ടത്? അതോ തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളുകയാണോ വേണ്ടത്? രണ്ടാമതൊരു കാര്യം, എല്ലാത്തിനെയും നിന്റെ കൈകൾ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നുവെന്നാണ് നോഹയോട് നിന്റെ കൈകൾ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. മൃഗലോകത്തിന് മീതെ മനുഷ്യനുള്ള ആധിപത്യം ഊന്നി പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. മൃഗലോകത്തിന് മീതെ മനുഷ്യനുള്ള ആധിപത്യം. ഇത് പറയുമ്പോൾ പറയും, അയ്യോ ഇതൊക്കെ എന്ത് വലിയ കഥയാണോ? കഥയല്ലേ? നമ്മുടെ നാട്ടിലെ അവസ്ഥ നോക്കിയേ. മൃഗങ്ങൾക്ക് സർവ്വ സ്വാതന്ത്ര്യവും. മൃഗസ്നേഹികൾ എന്ന് പറഞ്ഞൊരു കൂട്ടർ നടക്കുന്നുണ്ട്. മനുഷ്യരെ സ്നേഹിക്കാത്തവർ. തെരുവ് പട്ടികളുടെ പ്രശ്നം, വന്യമൃഗങ്ങളുടെ പ്രശ്നം, ഇതൊക്കെ അക്കാലത്ത് തന്നെ കർത്താവ് ഏത് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. മൃഗലോകത്തിന് മീതെ മനുഷ്യന് ആധിപത്യമുണ്ട്. അത് എല്ലാത്തിനും കൊന്നൊടുക്കാനൊന്നുമല്ല, പക്ഷേ നിയന്ത്രിക്കേണ്ടതുണ്ട്. പോപ്പുലേഷൻ നിയന്ത്രണം മനുഷ്യർക്കുണ്ട്, മൃഗങ്ങൾക്കില്ല. കേരളത്തിൽ ജീവിക്കാൻ പറ്റുന്ന പന്നികളേക്കാൾ കൂടുതലായി കാട്ടുപന്നികൾ. അപ്പൊ ഇതൊക്കെ വളരെ ഗൗരവമായ പ്രശ്നങ്ങളാണ്. കർത്താവ് എത്ര കൃത്യമായിട്ടാണ് മുൻകൂട്ടി കണ്ടിരിക്കുന്നത്. മൃഗലോകത്തിന് മീതെ മനുഷ്യന് ആധിപത്യമുണ്ട്. ഉൽപ്പത്തി 1:26 പറഞ്ഞ കാര്യമാണത്. കത്തോലിക്ക സഭയുടെ മതബോധനം 24:17 നിങ്ങൾക്ക് വായിക്കാം. പശുവോ ആനയോ ഒരു മൃഗവും ദേവന ദേവിയൊന്നുമല്ല. ഒരു മൃഗവും ദേവി ദേവന്മാരുടെ വാഹനവുമല്ല. മൃഗങ്ങളെ പൂജിക്കുന്നതും ശരിയല്ല. അത് ഒരു വശം. മറുവശത്ത് മൃഗങ്ങളെ കൊല്ലാനും പാടില്ല. ചിലർക്ക് മൃഗങ്ങളെ മുഴുവൻ കൊന്നു കൊടുക്കുന്നു. ഒരു ബാലൻസ് വേണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മൃഗങ്ങൾ ദേവനൊന്നുമല്ല, അവയെ പൂജിക്കേണ്ട കാര്യമില്ല എന്ന് കരുതി അവയെല്ലാം കൊന്നെടുക്കാനും പാടില്ല. അതേസമയം അവർ നമ്മൾ ആക്രമിക്കുന്ന തരത്തിൽ അവരെ വളർത്താനും പാടില്ല. കർത്താവ് എത്ര സന്തുലിതാവസ്ഥയിലാണ് സംസാരിക്കുന്നത്. ഇത് നമുക്കൊക്കെ അച്ഛൻ ഇത് ഞങ്ങളോട് പറയാതെ അച്ഛൻ സർക്കാരിനോട് പറ. അങ്ങനെയല്ല. നമ്മൾ തെരുവ് പട്ടികൾ നമ്മൾ കൂട്ടുന്നില്ലേ? ഈ മാലിന്യം കൊണ്ടിടുന്ന സ്ഥലത്തല്ലേ പലപ്പോഴും വന്യമൃഗങ്ങൾ വരുന്നത്. അങ്ങനെയൊക്കെ ഇല്ലേ? അപ്പൊ നമ്മളെല്ലാം ഇതിന് ഉത്തരവാദികളാണ്. ആരെങ്കിലും ഒരാൾ സർക്കാരിനെ മാത്രം പറഞ്ഞാൽ മതിയോ? നമ്മുടെ മാലിന്യം നമ്മൾ തന്നെ അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ സർക്കാരിൽ ചെയ്യട്ടെ. പക്ഷെ നമ്മൾ അവിടെ ഇവിടെ വലിച്ചെറിയാതിരുന്നാൽ അത്രയും മാലിന്യം കുറയില്ലേ? നമ്മുടെ കടലിലും നമ്മുടെ പുഴയിലും നമ്മുടെ മുറ്റത്തും അവിടെ ഇവിടെയൊക്കെ നമ്മൾ മാലിന്യം വലിച്ചെറിയുന്നതും മാലിന്യം മാത്രമല്ല, ഈ കടലാസ് അവിടേക്ക് ഇടുക. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. 2 വർഷം മുമ്പ് ഞാൻ യൂറോപ്പിൽ നിന്നുള്ള ആളുകളുമായിട്ട് വല്ലാർപ്പാടത്ത് പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ പെരുന്നാളാണ്. മുറ്റത്ത് മുഴുവൻ ഇങ്ങനെ പേപ്പർ കിടക്കുക. യൂറോപ്യൻസ് ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വികാരിച്ചിന് അനൗൺസ് ചെയ്ത ആൾക്കാർ കേൾക്കില്ലെന്ന് ചോദിച്ചത്. അതായത് നിങ്ങൾ വാങ്ങിച്ച സംഗതികളുടെ പേപ്പർ അവിടെ ഇവിടെ നിന്ന് ഇടരുത്, അതിന് ഡസ്റ്റ്ബിൻ ഉണ്ട് അവിടെ ഇടണമെന്ന് വികാരിച്ചൻ അനൗൺസ് ചെയ്താൽ ആൾക്കാർ കേൾക്കില്ലെന്നാണ്. കേൾക്കില്ല. നമുക്ക് ശിക്ഷ കിട്ടി ജയിലിൽ കിടക്കുകയോ ഫൈൻ അടക്കുകയോ ചെയ്യാതെ നമ്മൾ അനുസരിക്കില്ല. അത് പല പ്രാവശ്യം ഫൈൻ അടച്ചാൽ എൻ്റെ കടമയല്ല എന്ന് തോന്നുകയാണ്, ഞാൻ പൗരനല്ല എന്ന് തോന്നുകയാണ്. ഇതൊക്കെ ചെയ്യാനായിട്ട് സർക്കാരുകൾക്ക് ഞാൻ തെരഞ്ഞെടുത്ത് വിട്ടിട്ടുണ്ട്, വോട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞ് നടക്കുകയാണ്.
അങ്ങനെയല്ല, ഉത്തരവാദിത്തമുള്ളവരായിത്തീരണം. ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ളവരാണ് നമുക്ക് നല്ല ഗവൺമെന്റ് കിട്ടുക. നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തമില്ലാത്തവരായാൽ നമുക്ക് കിട്ടുന്ന ഗവൺമെന്റ് അങ്ങനെയായിരിക്കും. നമ്മിൽ നിന്നുള്ള ആളുകളല്ലേ സർക്കാരിലും വരുന്നത്. ഓരോരുത്തരും ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും സർക്കാരുകൾക്ക് അവർക്ക് നമ്മളെ നയിക്കാനും ഇതിനുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മിൽ നിന്നായിരിക്കട്ടെ ആദ്യത്തെ തുടക്കം. എന്നിട്ട് പറയാണ്, ഈ മൃഗങ്ങളൊക്കെ നിനക്ക് ഭക്ഷണമായി തന്നിരിക്കുന്നു. സസ്യാഹാരമാണ് മുമ്പ് കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പം മാംസാദികളും മനുഷ്യർക്ക് ഭക്ഷിക്കാം, എന്നാൽ രക്തം കുടിക്കാൻ പാടില്ല. ഉൽപ്പത്തി 9:4 പറഞ്ഞിരിക്കുകയാണ്. ജീവജാലങ്ങളെ പ്രാണൻ കുടികൊള്ളുന്നത് രക്തത്തിലാകയാൽ അതിന് വിശുദ്ധമായി കണക്കാക്കിയിരുന്നു, രക്തം കുടിക്കാൻ പാടില്ലെന്നാണ്. പക്ഷെ പിന്നീട് ലേവ്യരുടെ പുസ്തകം 17:10-14 കാണാം. പിന്നീട് കർത്താവീശോമിശിഹ പറയുന്നുണ്ട്, മർക്കോസിനെ സംബന്ധിച്ചിട്ട് 7-ാമത്തെ അധ്യായത്തിൽ സകല ഭക്ഷണങ്ങളും അവൻ ശുദ്ധമെന്ന് പ്രഖ്യാപിച്ചു. സകലതും ശുദ്ധമെന്ന് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ഇനി അശുദ്ധം എന്ന് പറഞ്ഞ് പന്നി കഴിക്കാതിരിക്കുക ഒന്നുമില്ല. യൂറോപ്പിലൊക്കെ ആണെങ്കിൽ രക്തം തന്നെ അവർ ഒക്കെ ഭക്ഷണമായിട്ട് തരും, കഴിക്കാൻ ഇഷ്ടമുള്ളവർ കഴിക്കാം. അതായത് സകലതും ശുദ്ധമെന്ന് കർത്താവ് പ്രഖ്യാപിച്ചു. മർക്കോസിനെ സംബന്ധിച്ചിടത്തോളം വായിച്ചാൽ നിങ്ങൾക്കറിയാം. അപ്പം പഴയ നിയമത്തിലെ കാര്യം നമ്മൾ പഠിക്കുകയാണ്. ജീവരക്തത്തിന് മനുഷ്യനോടും മൃഗത്തോടും ഞാൻ കണക്ക് ചോദിക്കുന്ന നരഭോജികളായ മൃഗങ്ങളെ കൊല്ലണമെന്നാണ് കർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പണ്ടത്തെ കാര്യമാണ് പറയണേ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവംശത്തിന്റെ തുടക്കത്തിൽ കർത്താവ് പറയാണ്, ജീവരക്തത്തിനും മനുഷ്യനോടും മൃഗത്തോടും ഞാൻ കണക്ക് ചോദിക്കും എന്ന് വെച്ചാൽ നരഭോജികളായ മൃഗങ്ങളെ കൊല്ലണമെന്ന് തന്നെയാണ്. നമുക്കിതിലത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നു മാധ്യമങ്ങളിലും അല്ല സോഷ്യൽ മീഡിയയിലും. ഞാൻ പറയുന്നത് പണ്ട് നോഹയുടെ കാലത്ത് തന്നെ കർത്താവ് ഇത് മുൻകൂട്ടി കാണുകയും അക്കാലത്തെ സമുദായത്തിലും ഇപ്പോഴത്തെ സമുദായത്തിലും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നിയമ നിർമ്മാണ പ്രക്രിയയിൽ തിരുവചനങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ടെന്നും അത് കേൾക്കണമെന്നുമാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. അങ്ങനെ കേൾക്കുന്നവരൊക്കെ ഉണ്ട്. നമ്മളത് പ്രോത്സാഹിപ്പിക്കണം. നമ്മളെ തന്നെയും അതിന് ഉത്തരങ്ങൾ കൊടുക്കും വേണം. നമ്മൾ ഈ പ്രക്രിയയിൽ നമ്മൾ ഉൾച്ചേരണം. രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ നമ്മൾ ഉൾച്ചേരണം. അത് തിരുവചനങ്ങളുടെ ഒരു ഡിമാൻഡാണത്. അങ്ങനെ നമുക്ക് ഇതൊന്നും കേൾക്കുന്ന ആളുകൾ നിങ്ങൾ ചർച്ച ചെയ്യുകയും നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ളവരായി തീരുകയും ചെയ്യുക എന്നുള്ളതാണ് മാറ്റത്തിൻ്റെ തുടക്കം. നമ്മളായിരിക്കട്ടെ മാറുന്നത്. ലോകത്തിൻ്റെ സകല സ്ഥലത്തും പോയി ജീവിക്കുന്നതിനേക്കാൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നതാണ് ഏറ്റവും കേമം. പക്ഷെ അവിടെ ജീവിക്കാൻ കൊള്ളാവുന്ന തരത്തിലായാലേ പറ്റൂ. ആ മാറ്റം കൊണ്ടുവരേണ്ടത് നമ്മൾ തന്നെയാണ്. സർക്കാരുകൾക്ക് അതിൽ ചില പങ്കുണ്ട്. പക്ഷെ നമ്മിൽ തുടങ്ങിയാൽ തീർച്ചയായിട്ടും ആ മാറ്റം അവിടെ വരും. നമ്മുടെ നാട് നന്നാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഈ പറഞ്ഞ തീർത്തും അപകടരഹിതമായ ഒരു ലോകം ഒരു സ്ഥലത്തുമില്ല, ഈ ലോകത്തില്ല. എങ്കിലും സമാധാനപൂർവ്വം ജീവിക്കാനുള്ള സംവിധാനം നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുകയും ഓരോരുത്തരും ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അങ്ങനെ സർക്കാരുകൾ അത് ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മാറ്റം ഉണ്ടാകണം. അതാണ് കർത്താവിൻ്റെ ആഗ്രഹം, കർത്താവ് പഠിപ്പിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഞാൻ വീണ്ടും എനിക്കൊന്ന് 3-ാമത്തെ പ്രാവശ്യം വരെ ഞാൻ ആവർത്തിക്കുന്നത്, ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന അനുദിന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കർത്താവ് അന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ തിരുവചനങ്ങൾ നമ്മൾ കേൾക്കണ്ടേ? ആ തിരുവചനങ്ങൾ അനുസരിക്കണ്ടേ? അത് പ്രോത്സാഹിപ്പിക്കണ്ടേ? അത് പ്രചരിപ്പിക്കണ്ടേ? അതൊക്കെ നമ്മുടെ ചുമതലയല്ലേ? സിനിമകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇത് നമ്മൾ ചർച്ചയാക്കണ്ടേ? ഈ മോശപ്പെട്ട കാര്യങ്ങൾ മാത്രം ചർച്ചയാക്കാതെ നല്ല കാര്യങ്ങൾ ചർച്ചയാക്കണ്ടേ? ഇതൊക്കെ ഈ കേൾക്കുന്ന ആർക്കെങ്കിലുമൊക്കെ പ്രചോദനമുണ്ടായാൽ അത് അനേകരിലേക്ക് പടർന്ന് പിടിക്കുമെന്ന് തന്നെ ഞാൻ പ്രത്യാശിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.